ബസ് സ്റ്റാൻഡ് കക്കൂസ് ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കണക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്കിതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല, അതുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്ക് കേട്ടപ്പോൾ ഒരു മറുപടി കൊടുക്കണമെന്ന് തോന്നി. സ്പെഷ്യലി ഒരു ഡിപ്രഷൻ കേസ് പറഞ്ഞത് കൊണ്ടാണ്. അപ്പം നമുക്ക് കുറച്ച് ഭാഗം കേൾക്കാം, കുറച്ച് ഭാഗം കേട്ടാൽ മതി. ആരെയൊക്കെ കുറ്റി പറയണം, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗത്തിൽ പറയുന്നത്, ഞാൻ പിച്ച എടുത്തിട്ടില്ല, ഞാൻ എന്തുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, തള്ളേ പിന്നെന്താ അമ്മായി, ഇവളെന്ത് കുണുവാ എടി, നീ എന്തെടി കുണുവാവേ, നീ കുഞ്ഞാവയാ, നീ മൂത്ത ചെറുക്കന് 18 വയസ്സങ്ങണ്ടായില്ലേ എടി, നീ ചുമ്മാ ഇരുന്നപ്പോൾ ഉണ്ടായതാണോ? അതെ, എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കരുത്. എനിവേ, ഏതായാലും കുണുവാവ. ബാക്കിയുള്ളവരൊക്കെ തള്ള, അമ്മച്ചി, കിളവി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇവൾ കുണുവാവയെന്നാണ് വിചാരം. ഇതെന്താണെന്ന് പ്രശ്നം, ഒരുതരം സൈക്കോ പ്രോബ്ലമാണ്. താൻ ഇപ്പോഴും ചെറുപ്പമാണെന്നും അല്ലെ താൻ ഇപ്പോഴും ഒരു കുണുവാവയാണെന്നും ബാക്കിയുള്ളവരൊക്കെ മുതുക്കാണെന്നും ഒക്കെ തോന്നുന്ന ഒരു പ്രത്യേക തരം മെന്റൽ ഡിസോർഡറിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് കക്കൂസ്. ബാക്കി കേൾക്കാം. പറ 140 പ്രാവശ്യം പറയുന്നു ഓള് വരച്ചോട്ടെ, ഓളെ വരനെ ഞങ്ങൾ എന്ത് ചെയ്തു. പിന്നെ എങ്ങനെയാടി നീ എന്റെ വരനെ പറ്റി പറയാം? ഇനിയിപ്പോ വേണ്ട, എന്നോട് ആരും ഫോട്ടോ മേടിക്കണ്ട, എന്നാലും എന്താ എനിക്ക് ജീവിക്കാൻ പറ്റൂലേ? ഇത് ആരെയൊക്കെ പറയുന്നുണ്ട്, മച്ചി എന്നും പറഞ്ഞ ആരെയും പറയുന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവരെ നോക്കിയിട്ട് നമ്മൾ ഈ കൊച്ചുങ്ങളെ വെച്ച് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുകയും അവരുടെ അടുത്ത് അതിനെക്കുറിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടായ അതേ അനുഭവത്തിലൂടെ നമ്മൾ പോകാൻ അധികം നേരം വേണ്ട. വേറൊന്നുമല്ലേ, മച്ചി എന്നൊക്കെ വിളിച്ച് ഒരാളെ ഇകഴ്ത്തുമ്പോൾ നമുക്ക് 2 കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണല്ലോ അവരെ മച്ചി എന്ന് വിളിക്കുന്നത്. അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട്. അവരുടെ അവസ്ഥയിലേക്ക് നമ്മളെത്താൻ അധികം നേരമൊന്നും വേണ്ട, ഒത്തിരി ദിവസമൊന്നും വേണ്ടിയും വരത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, 2 പൊടി മക്കൾ അവർക്ക് ബാധിക്കേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ചില നേരത്തെ നിന്റെ അഹങ്കാര വർത്താനത്തിന് ആ കുട്ടികൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ ആ കൊച്ചുങ്ങൾ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലോ എന്നുള്ള അവസ്ഥയാണ്. സ്വന്തം മുഖം ഒന്ന് കാണിക്കാൻ വയ്യ. അത് ഞങ്ങൾ ശ്രദ്ധിച്ച ടാ ടടാ 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 മുഖമില്ല. മുഖം കാണിച്ചു കഴിഞ്ഞാൽ അപ്പം പ്രശ്നം. അതായത് അമ്മച്ചി അത്രയ്ക്കുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അയ്യോ, തള്ളച്ചിയുടെ ചരിത്രം കേട്ടാലും പിള്ളേർക്ക് അത്ര അഭിമാനമാണ്. പറ്റൂലാന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ചിത്രവരല്ലാത്തതിന് മുമ്പ് ഞാൻ ജയിച്ചിട്ടില്ലേ? 22 വയസ്സ് വരെ ഞാൻ ജയിച്ചിട്ടുണ്ട്. 23ാമത്തെ വയസ്സ് തൊട്ടിട്ടാണ് ഞാൻ വര തുടങ്ങിയത്. 23 അല്ല, 21 വയസ്സ് തൊട്ടിട്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ വരയ്ക്കുമായിരുന്നു. പിന്നെ നമുക്ക് വര മറന്നങ്ങോട്ട് പോയി. നീ ചെറുപ്പത്തിൽ വരയ്ക്കാതെ നീ 21, 22 വയസ്സിൽ തുടങ്ങിയല്ലേ? മുഹമ്മദ് പറഞ്ഞത് നിനക്ക് അപ്പോഴാണല്ലേ? ബിൻസിൻ മുഹമ്മദ് പറഞ്ഞത് അപ്പോഴാണല്ലേ? ഞാൻ വര തുടങ്ങിയത്. അതുവരെ ഞാൻ ജീവിച്ചിട്ടില്ലേ? അതുവരെ ഞാൻ എന്തായിട്ടായും വാഴി കഴിഞ്ഞും ഭക്ഷിച്ചോണ്ടിരുന്നത്. നിങ്ങൾ വിചാരം ഈ ചിത്രവരല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂലോന്നുണ്ടോ? എനിക്ക് നല്ല അസലൊരു പണി അറിയാം. ഞങ്ങൾക്കും അറിയാം നിനക്കൊരു പണി അറിയാന്നുള്ളത്. പല്ല എനിക്കറിയാവാം. കൂട്ടിക്കൂടപ്പല്ല. എന്റെ വാപ്പനെ ഒരു പണി പഠിപ്പിച്ചിട്ടുണ്ട്, സ്റ്റിയറിംഗ് പിടിക്കാൻ. ആ സ്റ്റിയറിംഗ് പിടിക്കാൻ അറിയാവുന്നിടത്തോളം കാലം ലോകത്ത് ഒരു മനുഷ്യനും എവിടെ പോയാലും പട്ടിണി കിടക്കേണ്ടി വരും. അത് നമുക്ക് പണ്ടേനെ അറിയാടി. നീ ഒരു ഡ്രൈവിംഗ് സ്കൂളാണെന്ന്, അതിപ്പോ നിന്റെ ബാപ്പ പഠിപ്പിച്ചെന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. അസാധ്യ ഒരു ബാപ്പാണടി നിന്റെ ബാപ്പ. ഡ്രൈവിംഗ് സ്കൂളൊക്കെ ആണല്ലേ? ഡ്രൈവിംഗ് ഒക്കെ അറിയാല്ലേ? അത് തന്നെ ഞങ്ങളും പറഞ്ഞോളൂ, നീ ഒരു ഡ്രൈവിംഗ് സ്കൂളോ ടീച്ചറാണെന്നാണ്. നിന്റെ കൂട്ടുകാരി അത് തന്നെയാണ്. മൊത്തത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ, അത്രയല്ലേ ഉള്ളൂ. പോട്ടെ. എന്റെ ബാപ്പനെ പഠിപ്പിച്ചതാ. അപ്പൊ നല്ല ബാപ്പ. ഞാൻ എന്നോ വീട് പണി കഴിക്കേ, എന്നോ വീടിന്റെ പിന്നെ പണി പൂർത്തീകരിക്കേ, എന്തോ ചെയ്തോട്ടെ. നിങ്ങൾ ആരെയും ബാധിക്കുന്ന ഒരു കേസല്ല. എടി തെറി തള്ളേ, നിന്നെയും ബാധിക്കുന്ന കേസല്ല. നീ നിന്റെ മോൻ എന്നോട് കാമം തോന്നിയതിനു ശേഷം നീ കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ തെറുത്തള്ളിന്ന് ഇവള് സാധാരണ പറയുക എന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ഇവളെ അമ്മച്ചിയെ പറയുന്നതായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് ഫീൽ. പിന്നെ എൻ്റെ മോൻ്റെ കാര്യമൊക്കെ പറയുന്നത് ചിലപ്പോൾ എന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ അവൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഷെഫീന എന്ന് പേര് പറയാൻ അവൾക്ക് പേടിയാണ്, അവൾക്ക് പെടുക്കും. അതുകൊണ്ട് അവൾ തെറുത്തള്ള എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ശത്രുക്കൾ പൊതുവിൽ നമ്മളെ പറയും. ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, സനു എന്ന് പറയുന്നൊരു യൂട്യൂബർ ആക്രമിച്ച ഫിജോയാണ് എന്നെ ആദ്യം ഇത് വിളിക്കുന്നത്. അവരവർ ചെയ്യുന്നത് മറ്റുള്ളവരെ തലയിൽ കെട്ടിവെക്കാൻ വലിയ ഉത്സാഹമുള്ളവരാണ് അങ്ങനെ പറയുക. അപ്പം അതെന്തെങ്കിലും ആട്ടെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും പോകുന്നില്ല. അപ്പോൾ ഈ കൊച്ചിന് കാമം തോന്നിയെന്ന് നീ അതിന് മാത്രം ഉണ്ടെന്നാണ് നിൻ്റെ വിചാരം. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ അവന് തോന്നിയെങ്കിൽ ഇപ്പോൾ എനിക്ക് വിലക്കാൻ പറ്റുമോ? ഈ പോൺ സൈറ്റൊക്കെ ചെറിയ പ്രായത്തിൽ പിള്ളേരൊക്കെ കയറി, ചില പിള്ളേരൊക്കെ കയറി നോക്കും. എൻ്റെ മക്കൾ നോക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. പിന്നെ പോൺ സൈറ്റിൽ തുണിയില്ലാത്തൊക്കെ പിക്ചറുകൾ കണ്ടാൽ കാമമൊക്കെ തോന്നും. അത് പിന്നെ ആൺകുട്ടികളല്ലേ, അങ്ങനെയൊക്കെ തോന്നും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് സൈറ്റിൽ കൊണ്ടുവന്ന് ഫോട്ടോയൊക്കെ വിരിച്ചു വെച്ചിടുന്നതിന് മുമ്പ് നീ ഇത് ആലോചിക്കണ്ടേടി. നീ കൊണ്ടിട്ടിട്ടല്ലേ ഈ പ്രശ്നം വന്നത്. നിന്റെ മോന്റെ വിവരങ്ങൾ ഞാൻ പുറത്ത് പറയാതെ നിന്നപ്പം അടങ്ങൂലല്ലേ? നിന്റെ മോനെ നീ ഇപ്പൊ എന്താ സോഷ്യൽ മീഡിയക്ക് മുമ്പ് കൊണ്ടുവരാത്തത്? എൻ്റെ മോൻ്റെ വിവരോ? അതെന്ത് വിവരോടി? അവനുള്ള വിവരത്തിൻ്റെ 1% പോലും ഏത് കോണി പോലും നീ വന്നില്ല. എൻ്റെ മോൻ്റെ വിവരം എന്തെന്ന്
അത് കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയ കൊണ്ടുവരാനോ? എന്നിട്ട് എൻ്റെ കുട്ടി എന്ത് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ? ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ മക്കളെ കൊണ്ടുവന്ന് കാണിക്കുന്ന രീതിയിലുള്ളതല്ലല്ലോ. ഞാനൊരു ജേർണലിസ്റ്റാണ്, എനിക്ക് മാധ്യമ പ്രവർത്തനമാണ്. അതിനകത്ത് മക്കൾക്ക് എന്ത് കാര്യം? അതൊരു നിന്നെപ്പോലെ ഫാമിലി പിന്നെ എക്സ്പോസ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് തിന്നുന്ന ആളല്ലല്ലോ ഞാൻ. പിന്നെ വല്ലപ്പോഴും ഒക്കെ പിള്ളേർ വരാറുണ്ട്. പിള്ളേർക്ക് അതിനകത്തേക്ക് വന്ന് നിൽക്കാൻ ആട്ടവും കൂത്തും പാട്ടും കുലുക്കും കുത്തും അല്ല അതിനകത്തുള്ളത്. അതൊക്കെ സ്റ്റാൻഡേർഡ് ആൾക്കാർ കാണുന്നൊരു ചാനലാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പാവൻ ചെക്കന്. അപ്പം പിന്നെ മച്ചിനോട്, മച്ചിയെ അണിഞ്ഞാല് നീ പിന്നെ ഷീറ്റിനും ഫ്രെയിമിനും ഒക്കെ പൈസ ചോദിക്കുന്നുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. എന്നോട് പറഞ്ഞത് കുഴപ്പമില്ല. അപ്പം ഞാൻ വീട് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുരു കൊട്ടുന്ന ആൾക്കാരെടുത്ത് ഞാൻ വീട് വെക്കുകയും ചെയ്യും, ഞാൻ അതിൽ താമസിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയവും പിടിച്ചു കുത്തിടണം. പിന്നെ എടി പാലക്കൽ തള്ളേ, ഓർഡർ ഇല്ലെങ്കിലും ഞാൻ ജീവിച്ചു പോകും. ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ ഓർഡർ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ വായ്ത്താളം അടിക്കുന്ന ഈ വായ്നാറിയുടെ ഇതിനകത്ത് പോയി വീഴരുത്. കള്ളിയാണെന്ന് ഞങ്ങൾ തെളിവ് ഉൾപ്പെടെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവളുടെ വീടിന് തറക്കല്ലിട്ടിട്ട് 1 കൊല്ലമായി. ഒരു കൊല്ലത്തെ വീട് പണി ഏകദേശം കഴിഞ്ഞേക്കണ്. ഇനിയും വീട് പണിക്കെന്ന് പറഞ്ഞുകൊണ്ട് പിച്ച എടുക്കുകയാണ് പരിപാടി. നിങ്ങൾക്ക് കൃഷ്ണൻ്റെ പടം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കടകളിൽ പോയി നല്ല ജീവസുറ്റ കണ്ണുകളുള്ള പിക്ചർ വാങ്ങിക്കാം. ഇവളെ കൃഷ്ണനിക്ക് പൊട്ടക്കണ്ണ, കണ്ണ് കണ്ടുകൂടാ, ഒരു വട്ടം മാത്രം വരച്ച് വയ്ക്കുന്നത്. അത് കോപ്പി പേസ്റ്റ് ഇടാം. അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ടല്ലോ 23 വയസ്സിലാണ് പടം വരെ തുടങ്ങിയത്, അതുവരെ അവൾ ചത്തുപോയി. അപ്പോഴാണ് അവൾക്ക് ജീവൻ വന്നത്. മൊത്തത്തിൽ ഉടായിപ്പാണ് സ്ത്രീ. അത് മനസ്സിലാക്കി അവരവർക്ക് നല്ലത്. കാശ് പോയിട്ട് പിന്നെ മോങ്ങരുത്. ഇതിലിങ്ങനെ പോകുന്ന ഒരു ഓട്ടോ ഡ്രൈവർമാരുടെ മേക്കിട്ടും കയറാൻ പോകില്ല. ഓട്ടോ ഡ്രൈവറോട് എന്നെ വിവാഹം കഴിക്കണേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കൂല. 2 വിവാഹം കഴിക്കുന്നത് ഇത്രമാത്രം തെറ്റാണോ? അല്ല, അമ്മ വേലി ചാടിയ മോള് മതില് ചാടും, മോള് മതില് ചാടിയ മോളുടെ മോള് ബിൽഡിങ് ചാടും. ഇത് നീ നിന്റെ മോളോട് പറഞ്ഞു കൊടുത്താൽ നല്ലത്. കാരണം നീയും നിന്റെ തള്ളയും ചെയ്തത് ആ കൊച്ച് അതുപോലെ തന്നെ. പിന്നെ വേറൊരു വേർഷനുണ്ട്. അമ്മച്ചി 18 പോക്സോ കൊടുത്താൽ മോള് 19 20 അതിൻ്റെ ഡബിളോ കൊടുക്കും. 36 കൊടുക്കാനും ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് നിന്റെ മോള് ഏകദേശം 2-3 കൊടുത്തെന്നാണ് അറിഞ്ഞത്. അതും ഇതും അങ്ങനെയാണ്. ആ കറക്റ്റാണ്, കറക്റ്റ്. ഇത് നീ ശരിക്കും മനസ്സിലാക്കി തന്നെ ചെയ്തു. സ്വന്തം ജീവിതമാണ് നീ പിക്ചറൈസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ തള്ളനോടും കൂട്ടക്കാരോടുകൂടിയല്ല, നിങ്ങൾ പറ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പറ. പറഞ്ഞുകൊണ്ടിരിക്കാൻ ആർക്കും പറ്റും, ജീവിതത്തിൽ വിജയിക്കാൻ അത് ചിലർക്കേ പറ്റുള്ളൂ. പിന്നെ പാലക്കലമ്മയെ ഞാൻ ഒരിക്കൽ സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ട്, നിന്നാൽ എനിക്ക് ജീവിക്കാനും എനിക്ക് എന്റെ മക്കൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല. ഇനിയും നീ ഇത് തുടരാച്ചാല് ഞങ്ങൾ ജീവൻ കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. എന്റെ പൊന്നു പാലക്കൽ അമ്മായി, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതൊന്ന് നിർത്തി വെക്കൂ. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്തു കളയുമെന്നാ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം വീണ്ടും തുടരൂ. ഇതെങ്ങനെയും ഒന്ന് ഒഴിയട്ടി ശല്യം. ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെയെങ്കിലും നീ ഒന്ന് അഴിക്കുള്ളിൽ ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട്. ആയി ശരി. പാലക്കൽ അമ്മായി എത്രയും പെട്ടെന്ന് പോയി ഒരു അഴിക്കുള്ളിൽ കയറി കുത്തിയിരിക്കും. ഇവള് തീർന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതങ്ങോട്ട് ചെയ്യുക. കാരണം ഈ ശല്യം കാരണം 2 സമൂഹം തമ്മിലടിക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ പോണ്ടടങ്ങി പോട്ടെന്ന്. അതിനുവേണ്ടി നിങ്ങളൊന്ന് സാക്രിഫൈസ് ചെയ്യും. നിങ്ങൾ സ്വയം പോയി അങ്ങ് അഴിക്കുള്ളി കയറി കുത്തിയിരിക്കും. അതോടെ തീരുമല്ലോ ശല്യം. എന്തുവാ? എനിക്ക് ജീവൻ എടുക്കാൻ വലിയ മടിയൊന്നുമില്ല ഒരാളല്ല. എസ്ഐനോട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഡീറ്റെയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നീ തുടർച്ചയായിട്ടും നീ പറയുന്നുണ്ടല്ലേ 18 പീഡന കേസ്. മോനെ എന്റെ ചെയിൻ എടുത്തിട്ടോ അമ്മയുണ്ട്. പാലക്കൽ അമ്മയ്ക്ക് ഉള്ള ഒരു ബെറ്റാ ഇതിലൂടെ വേഗം കണ്ടെത്താം. 7 പവന്റെ മാല ഞാൻ 7. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മാൾക്ക് 7 പവന്റെ മാല. എടി വീട് വയ്ക്കാൻ കാശില്ലെങ്കിൽ ഈ പവൻ മാല എങ്ങോട്ടുണ്ട് വിറ്റൂടെ? പണ്ടാരക്കാലി നാട്ടുകാരെ പൈസ ഊമ്പാതെ. 7 പവന് ഏകദേശം 1 പവന് 70,000 രൂപ കിട്ടും. 7 പവന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. സൈക്കോളജിക്കൽ മൂവ്മെന്റ്. പാലക്കല പൂലക്കല എന്തൊരു സുനായ. എങ്ങനെയില്ല അവളെ കാണിക്കാനെങ്കിൽ എൻ്റെ 7 പവന്റെ സുന ഉണ്ടെന്ന് കാണിക്കാനുള്ളതല്ലേ. സൈക്കോളജിക്കൽ അറ്റംപ്റ്റ് ആണ്. ഗുഡ് 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 ഗുഡ്. 7 പവനുണ്ട്. ഇത് പാലക്കൽ തള്ളക്ക് ഞാൻ സ്പോൺസർ ചെയ്യാം. നീ പറഞ്ഞില്ലേ 18 ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ട്. ആ 18 പീഡന കേസ് കൊടുത്തതിന്റെ ഡീറ്റെയിൽ കൊണ്ടെത്താം. ചത്തുപോയ നിന്റെ തന്നൊക്കെ നീ ഉണ്ടായതാണേ കേട്ടോ. 7 പവന്റെ മാല. ഇനി 916 ആണോ എന്ന് അറിയാൻ വേണമെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം, ബില്ലും കാണിച്ചു തരാം. പിന്നെ ഇനി എന്റെ വീടോർത്ത് വളരെ ബേജാറാവണ്ട. ഞാൻ ഏതായാലും എവിടെയും സ്കാനർ ഇട്ടിട്ട് പൈസ പിരിവിട്ടിട്ടൊന്നുമല്ല വീടെടുക്കുന്നത്. നല്ല അന്തസ്സിന് നയിച്ചിട്ടാണ് വീടെടുക്കുന്നത്.
അതോർത്ത് നിങ്ങൾ വിചാരാവണ്ട. ഈ കുശുമ്പ് എന്ന് പറയുന്നത് ചെന്നനാ കിട്ടുന്നതാ, അത് ഈ സ്ത്രീകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ തെരുത്തള്ളേ മോനോട് ഞാൻ അന്വേഷിച്ചതായിട്ട് പറ. ഏതായാലും സെക്കൻഡ് ഡിപ്രഷനിലാണെന്നും ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമൊക്കെ. നീ എങ്ങനെ അറിഞ്ഞടി എന്റെ കൊച്ചു ഡിപ്രഷനിലാണ് ട്രീറ്റ്മെന്റിലാണെന്ന്? അത് നീ പറഞ്ഞത് സത്യമാണടി. എൻ്റെ കൊച്ചു ഡിപ്രഷനിലാണടി, ട്രീറ്റ്മെന്റിലുമാണ്. നീ വീഡിയോ കോൾ എടുത്തിട്ട് അവനെ കാണിച്ചു കൊടുക്കാൻ പാടില്ലാത്ത സാധനം കാണിച്ചു കൊടുത്തിട്ടല്ലേ? ചെറുക്കൻ നീ മുഖം കാണിക്കുമെന്ന് വിചാരിച്ചപ്പോൾ നീ അപ്പം കാണിച്ച്, കൊച്ചു അതോടെ വീണയാണ്. ഞാനിനി എന്തിരിയോ എൻ്റെ കൊച്ചിന്. എടി ഒരു പരുവത്തിന് നീ ഏതെങ്കിലും ആമ്പിള്ളേരെയൊക്കെ വിളിച്ച് ഇങ്ങനെയൊന്നും ചതി ചെയ്യല്ലേടി, കഷ്ടോടി. എൻ്റെ കൊച്ചിനെ ഞാനിനി എത്ര മാത്രം എടുത്ത് എന്തെല്ലാം ചെയ്താലാണ് അവൻ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വരിക? ചെറുക്കൻ ഏതാണ്ട് കണ്ട് പേടിച്ച്. കാരണം നാട്ടുകാരെല്ലാരും ചെക്കന്റെ സ്വഭാവം അറിഞ്ഞല്ലോ, അതിനാല ഡിപ്രഷൻ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് അമ്മ മകനെ വിളിച്ചിട്ട് കാണിക്കാത്തതെന്നും എനിക്കറിയാം. എടി എന്റെ മോനെ കുറിച്ച് നീ ഇനി തലകുത്തി മറിഞ്ഞ് നീ എന്തൊരു കൊണ്ടു കൊടുത്താലും നാട്ടുകാർക്ക് നല്ല പോലെ അറിയാം അവൻ എവിടം വരെ പോകും. നിന്നെ പോലെ ഒരു കാളിയിലെടുത്ത്, തിരുവനന്തപുരം സൈഡിലുള്ള കാളി, അതിനിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അങ്ങനെ ഒരു കാളിയിലെടുത്ത് വരേണ്ട ഗതികേട് അവന് വരില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന്. പക്ഷെ ഞാൻ നിന്നെ വിശ്വസിക്കും. നീ അവനെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് നീ എന്തായാലും നീ വീഡിയോ കോൾ എടുത്തു എന്നും എനിക്കറിയാം. എടുത്തിട്ട് നീ കാലങ്ങോട്ട് അകത്തിയിട്ട് അത് കാണിച്ചു കൊടുത്ത് ചെറുക്ക അതോടെ വീണ് ചത്ത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ കുട്ടി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിട്ടാണ് ഉള്ളത്. ഞാൻ വിളിച്ചിട്ടും അവനിക്ക് ബോധം വരുന്നില്ല. എന്തിനാ കണ്ട് പേടിച്ചടി, ഇതിന് മാത്രം വൈകൃതം ഉണ്ടാടി. കഷ്ടം തന്നെ. മച്ചിനോട് നീ റോട്ടുമ്മ കിടന്നിട്ട് കുട്ടിപ്പാവാടി എടുത്ത് തുള്ളുന്നതേ നിനക്ക് നടക്കുള്ളൊരു, നീ എന്റെ പുറകെ നടന്ന് തുള്ളിയിട്ട് കാര്യമല്ല. പിന്നെ അമ്മായിനോട് 7 പവന്റെ മാല കേട്ടോ. അപ്പൊ അമ്മായിയെ, എന്റെ വീടിന്റെ വിശേഷങ്ങൾ ഇനിയും വരുന്നുണ്ട്. വാടിയ ലെവലാതി. ഈ സ്ത്രീ പക്ക ഫ്രോഡാണ്. അതിനപ്പുറം എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ആ ഒരു പകപ്പ് എന്താണെന്ന് അറിയാമോ? കള്ളത്തരം കയ്യോടെ ആളുകൾ പിടിച്ചു. അതുകൊണ്ടാണ് വീട് വെക്കുന്നതോ വീട് വെപ്പിച്ച് കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമുണ്ടെന്നോ അല്ലാതെ ഒരു വലിയ ഇഷ്യൂ ആണെന്നോ ഒന്നുമല്ല പറയണത്. പക്ഷെ നാട്ടുകാരെ ഊമ്പിച്ചും വലിപ്പിച്ചും ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കള്ളത്തരം പുറത്തേക്ക് കൊണ്ടുവന്ന് തന്നതിൽ ഞാൻ കൃതാർത്ഥയാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ മകനെ ആക്രമിക്കുന്ന രീതി, അല്ലെങ്കിൽ എനിക്ക് മോശപ്പെട്ട വട്ടപ്പേരിട്ട് വിളിക്കുന്ന രീതി, അതൊക്കെ ബസ് സ്റ്റാൻഡ് കക്കൂസുകളുടെ സ്ഥിര പരിപാടിയാണ്. അത് ഹൂ ബോദേഴ്സ് ഹൂ കെയേഴ്സ്, അതൊക്കെ ധാരാളം വിളിച്ചോട്ടെ. നിനക്ക് ഇഷ്ടമുള്ളത് പറയാം. കാരണം നിൻ്റെ നാക്കിന് എല്ലില്ല എന്ന് മാത്രമല്ല, നിനക്ക് ഒരു അല്പം പോലും അഭിമാനബോധവും ഇല്ല. പിഴച്ച് ജീവിക്കുന്ന പിഴച്ച ചൂലുകൾക്ക് ഒന്നും മറുപടി പറയാൻ ഒക്കത്തില്ല. അപ്പം ഇങ്ങനെ ബസ് സ്റ്റാൻഡ് കക്കൂസ് ഇനി ഇരുന്നു കൊണ്ട് ഇയാണ് പവൻ്റെ മാല എടുത്തു പോകുമ്പോൾ ഓട്ടോ ഡ്രൈവറുടെ മോക്ക് ഇയാണ് പവൻ്റെ മാണ. അതിലുണ്ട് നീ എന്താണെന്നുള്ളത് അതിനകത്തുണ്ട്. പിന്നെ സ്വർണം കാണിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് പണം കാണിക്കുകയോ ഒക്കെ ചെയ്താൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വെപ്രാളം വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അത്രയ്ക്കേ ഉള്ളൂ. നീ മുമ്പ് പറഞ്ഞു ഡ്രസ്സ് സ്വർണം ഇതുപോലെ തോന്നിവാസം പറച്ചിൽ, ഇതാണൊരു സ്ത്രീ അല്ലെങ്കിൽ ഇതാണ് സ്ത്രീത്വത്തിൻ്റെ മറ്റൊരു ഇതെന്ന് പറയുന്ന നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യത്തിൽ സ്ത്രീകൾക്ക് അപമാനമായ കുറേ എണ്ണമുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിലൊരു മലരാണ് നീ. അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. പിന്നെ കാമപ്രാന്ത് എടുത്തിട്ട് പോലും ഒരാണും നിന്നെ വീഡിയോ കോളും വിളിക്കത്തില്ല, നിനക്കൊരു മെസ്സേജും അയക്കത്തില്ല. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്ത കേസുണ്ട്, നീ അതിന് വന്ന് മറുപടി പറയേണ്ടി വരും. നിന്നെ കൊണ്ട് ഞാനത് പറയിക്കും. ചെറുക്കൻ കൊടുത്ത കേസ് അടുത്തതായിട്ട് വരുന്നുണ്ട്. ഒരു 3-4 ഞാൻ നിൻ്റെ നെറ്റിക്ക് തരുന്നുണ്ട്. ഒരെണ്ണം അങ്ങ് കിട്ടിയല്ലേ, ഞാൻ അടുത്ത ഇൻഡാസിനാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അടുത്ത ഇൻഡാസും കൂടെ അങ്ങോട്ട് നന്നാക്കി തന്നേക്കാം. ചുമ്മാ എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മയല്ല ഞാൻ. മറുപടിയുണ്ട്. എനിവേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റിൽ എഴുതാം. കേൾക്കാൻ ആഗ്രഹമുണ്ടേ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. വാടി ബസ് സ്റ്റാൻഡ് കക്കൂസേ.